ശ്രീരാമനാമം ജപസാരസാഗരം. മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ. അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പോകുമ്പോൾ അഗസ്ത്യൻ്റെ അനുജനായ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം പോകുന്നത്. അഗസ്ത്യ ദർശനം പിന്നീട് അവിടുന്ന് പോകുന്നത്. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാഗാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തോ ഫലകുസുമാഢ്യപാദപലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതീ മനോഹരം കാനനം ജാതിവൈരരഹിതം ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത മനോപമം ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം. അനവധി ആശ്രമങ്ങളുണ്ട് അവിടെ. ആ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്മാരോട് കൂടിയാണ് അദ്ദേഹം അവിടെ ആശ്രമം കെട്ടി താമസിക്കുന്നത്. അവിടേക്കാണ് ചെന്നത്. വേദധ്വനികളൊക്കെ മുകളിൽ കേൾക്കാം. എപ്പോഴും അവിടെയും ഹോമം ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ബ്രഹ്മലോകത്തെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവർ ആ ആശ്രമങ്ങളൊക്കെ. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടുകണ്ടവരും ചെന്നാശ്രമത്തിനോ പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചീടണം. പുറത്ത് ഉദ്യാനത്തിലിരുന്നു ഭഗവാൻ. അവരിൽ സീതയും ലക്ഷ്മണനും കൂടെ ആ മുനിയോട് ചെന്ന് അറിയിക്കാൻ പറയുകയാണ് സുധീഷ്ണനോട്. സുധീഷ്ണൻ ചെന്നിട്ട് അഗസ്ത്യമുനിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ശ്രീരാമൻ എത്തിയിരിക്കുന്നു, ദാ ഉദ്യാനത്തിൽ ഇരിപ്പുണ്ട്, അങ്ങേ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നീതുപാശ്രമം. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നീതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാദം ഗുരുവരമഗസ്ത്യം മുനീകുലസത്തമം രഘോത്തമ ഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദം അഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനന്ദ വക്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി. ആ സുധീഷ്ണൻ ചെന്ന് ഗുരുവിനെ വന്ദിച്ചു. പറയാണ്, രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിന്തൃക്കഴലിന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്രേ നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതീ കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം. ഇത്യുക്താ സരവസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്രം വാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രാമേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാധിദീപലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിരു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല
മത്തപസ്സാഫല്യവും വന്നിതൂരകൽപ്പതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്താദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവനേത്രകീലാലാകുലനായ താപസവരൻ ഏകേനാകരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം പാദ്യാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളുമാപാദ്യ സംപൂജ്യ സുഖമായുപവിഷ്ടം നാഥം. വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനീകാന്തേ ചൊല്ലിടിനാൻ. വേണ്ട പോലെ സൽക്കരിച്ചു അഗസ്ത്യമഹർഷി. പാദ്യം അർഘ്യം ആചമനീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെല്ലാം കൊടുത്ത് വേണ്ട പോലെ സൽക്കരിച്ചു. വന്യഭോജ്യങ്ങളെല്ലാം ഭുജിപ്പിച്ചു. അതിനുശേഷം വിശ്രമിച്ചിരിക്കുമ്പോൾ ആ അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് പറയുന്നതാണ്. അഗസ്ത്യസ്തുതി എന്ന് പറയാം. നീ വരുന്നതും വാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാൻ എന്നു തന്നെ. സാരസാസന സകലേശ്വരാദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നി വീടേ വാണിടിനേൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. പണ്ട് ആ സാഗര തീരത്തിൽ വെച്ച് തന്നെ ബ്രഹ്മാവർദ്ധിച്ചത് കൊണ്ടാണല്ലോ ഭഗവാൻ അവതരിച്ചത്. ശ്രീരാമനോട് അഭ്യർത്ഥിച്ച സമയത്ത് അന്ന് തുടങ്ങി ഞാനിവിടെ വന്ന് താമസാക്കിയതാണ്. ശ്രീരാമനെ പ്രതീക്ഷിച്ചും കൊണ്ട് ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഘോരരാവണൻ കൊന്നെ വധിക്കാനായിട്ട് ഭൂമണ്ഡലത്തിൽ വന്ന് വിറക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിട്ടിരിക്കുന്നു ഈ അഗസ്ത്യ മഹർഷി ഇവിടെ ശ്രീരാമനെ കാണാനായി. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷത് വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലുവോ. ആ ഭഗവാന്റെ നിന്നുണ്ടായ ആ മായയിൽ നിന്നാണ് മഹത്തത്വമാണ് ആദ്യമുണ്ടായത്. അതിനുശേഷം മഹത്തത്വത്തെങ്കിൽ നിന്ന് അഹങ്കാരതത്വം. അഹങ്കാരം 3 തരത്തിലായിരുന്നു: സാത്വികം, രാജസം, താമസം. അങ്ങനെ 3 അഹങ്കാരത്തിൽ നിന്ന്. അതേമാതിരി താമസത്തെങ്കിൽ നിന്നാണ് സൂക്ഷ്മ മാത്രകളും പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും ഉണ്ടാകുന്നത് താമസാഹങ്കാരത്തിൽ നിന്ന്. രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളും ദൈവതങ്ങളും. അതിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ ദൈവങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായത് രാജസാഹങ്കാരത്തിൽ നിന്ന്. സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് കുമാരനുണ്ടായതെന്ന് കേട്ടു. അങ്ങനെ ഈ എല്ലാത്തിൻ്റെയും സ്ഥൂല സഞ്ചയങ്ങളിൽ നിന്നൊരു മഹാപുരുഷനുണ്ടായിത്തീർന്നു, വിരാട് പുരുഷനായിട്ട് ഭഗവാൻ എന്ന് പറയുന്നു. അതാണ് 14 ലോകങ്ങൾ ചേർന്ന ഈ ബ്രഹ്മാണ്ടം. സത്യലോകം മുതൽ പാതാളം വരെ 14 ലോകങ്ങളാണ്. ഇതെല്ലാം ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ട് പറയുന്നു. വിരാട് പുരുഷനായിട്ട് പറയുന്നു ഈ വിശ്വരൂപത്തെ. ഇത് വിശ്വം തന്നെയാണ്. ഈ രൂപത്തെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. സത്യലോകം ഭഗവാന്റെ ശിരസ്സാണെങ്കിൽ ആ പാതാളത്തിലാണ് ഭഗവാന്റെ പാദം. അതിനിടയ്ക്ക് വരുന്നു ബാക്കി എല്ലാ ലോകങ്ങളും. ഓരോരോ അവയവങ്ങളും പ്രത്യേകിച്ച് പറയുന്നതാണ്.
നിന്നിൽ നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവോ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്ദേതികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിലോ മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകമായ സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ കുമാനുണ്ടായിരുന്നു കേൾപ്പോ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യജ്ഞോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ദേവന്മാരും മനുഷ്യരും തിര്യക്കുകളും വൃക്ഷങ്ങളും അങ്ങനെയെല്ലാം അതിൽ നിന്ന് ആ വിരാൾ പുരുഷനിൽ നിന്നുണ്ടായി വന്നു. പിന്നെ ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളെ ആശ്രയിച്ചാണ് ഓരോന്നും ഉണ്ടാവുന്നത്. ലോകസൃഷ്ടിക്കൂ രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായേ. സത്വമം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ. നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥാം. ഇതിനെല്ലാം മേലെയാണ് ഈ കാണുന്നതൊക്കെ പ്രകൃതി തത്വങ്ങളാണ്. 24 പ്രകൃതി തത്വങ്ങളെ പറഞ്ഞു. അതിനുശേഷം ആ പുരുഷൻ ഇതിനുള്ളിൽ ഇരിക്കുന്ന ജീവാത്മാവിനെയും കൂടി. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്, പര്യായ വാക്കുകളാണെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ പരമാത്മാവിനും കൂടി അങ്ങനെയുള്ള ഇതിനെല്ലാം വേറെ ആയാണ് ഈ പ്രകൃതി തത്വങ്ങൾക്കൊക്കെ ഉപരിയായിട്ടാണ് ആ ജീവാത്മാവായ ആ പരമാത്മാവിൻ്റെ അംശം ഓരോരോ ശരീരങ്ങളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മായാദേവി. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിപ്പൂ ഭവാൻ മൂതമൂടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ത്വന്മഹാമായ 2 വിധമായി വന്നാളല്ലോ. വിദ്യയോം അവിദ്യയോം എന്നുള്ള ഭേദാഖ്യയാ. വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാർ എന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യ അവിദ്യ ഇങ്ങനെ 2 തരത്തിലാണ് മായ. അറിവില്ലാതെ സംസാരത്തിൽ മുഴുകിക്കഴിയുന്നവരില്ലേ അജ്ഞാനികളായ ആ പ്രാകൃത ജനങ്ങളെ പറയുന്നു അവിദ്യാവശന്മാരെന്ന് പറയുന്നത്. വിദ്യ പറയുന്നത് തത്വജ്ഞന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞ ആൾക്കാരെ. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ഭഗവത് ഭക്തിയോടുകൂടി രാമമന്ത്രം ഉപാസിക്കുന്നവർ, ഈശ്വരനെ ഭജിക്കുന്നവർക്കേ ശരിയായിട്ടുള്ള വിദ്യ ഉണ്ടാവുള്ളൂ, അനുഭവജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ. അല്ലാത്ത മൂഢന്മാർക്ക് എത്ര ജന്മമെടുത്താലും ഒന്നും ആ വിദ്യ ഉണ്ടാവില്ല, ആത്മജ്ഞാനം നേടാൻ കഴിയില്ല. ആകയാൽ ത്വത്ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വത്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമാരഘൂപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമാകാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സത്സംഗം കൊണ്ടാണ് ഈ ഭക്തി വർദ്ധിക്കുന്നത്.
അങ്ങനെ വിദ്യ ഉണ്ടാകും. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി സംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസേ ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. ഇങ്ങനെയാണ് സാധുക്കൾ എന്ന് പറയുന്ന അറിവുള്ളവർ. അങ്ങനെ യമനിയമാദികളെ അനുഭവിക്കുന്ന ഭഗവത് ഭക്തന്മാരെ പറയുന്നത് അവരുമായിട്ടുള്ള സംഗമം ഉണ്ടാകുമ്പോൾ ഭക്തി വളരും. ഭഗവത് കഥകളൊക്കെ കേട്ട് കേട്ട് ആ ഭക്തി ഉണ്ടാവും ഭഗവാനിൽ. ആ ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനമുണ്ടാവും. ജ്ഞാനമുണ്ടായാൽ മോക്ഷവും വരും. ചേതസീ ഭവൽകഥാശ്രവണേ രതിയും സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽകഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ മുഖത്തിങ്കൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പം രാഘവാ സദാ ഭവിക്കേണമേതയാനിധേ. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തേ പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമാജന്മം, ഇന്നുമൽ ക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതോ മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭാ ജഗന്നായകാദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവാനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. അഗസ്ത്യ മഹർഷി സ്തുതി ചെയ്തതിന് ശേഷം പണ്ട് തന്നെ ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള ചാപമുണ്ട്. ബാണതൂണീരങ്ങളും അസ്ത്രങ്ങളും ചാപവും ഖഡ്ഗവും അത് ശ്രീരാമന് കൊടുത്തുകൊണ്ട് പറഞ്ഞു. പറയാണ്, പിന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആനന്ദ വിവശനായി പിന്നെയോ അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസ വംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടേണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ വീട് നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരനല്ലോരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുകെന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്വൈതൽ സൂത്രസാരമഗസ്ത്യ സുഭാഷിണം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അങ്ങനെ പോകുമ്പോഴാണ് ജടായുമായിട്ടുള്ള സംഗമം. അവിടെ ജടായുവിനെ ദശരഥ മഹാരാജാവിൻ്റെ സതീർത്ഥ്യനായിരുന്നു ശ്രീരാമൻ ആദ്യം തെറ്റിദ്ധരിക്കും, ഏതോ രാക്ഷസനാണോ, മുനിമാരെ തിന്നുപറ്റിക്കുന്ന രാക്ഷസനാണോ എന്ന് സംശയിച്ചു. കഴുകൻ്റെ രൂപമാണല്ലോ. പക്ഷേ ജടായു സംസാരിക്കുന്നു, അങ്ങയുടെ അച്ഛൻ്റെ സതീർത്ഥ്യനാണ് ഞാൻ, അങ്ങയുടെ ശത്രുവല്ല മിത്രമാണെന്ന് പറഞ്ഞു. ശരിയൻ, ഞാൻ വസിക്കുന്നതിനടുത്ത് തന്നെ വസിക്കാമെന്ന് പറഞ്ഞു. അടുത്തിനി പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസാക്കാണ് പർണശാല കെട്ടി ശ്രീരാമൻ താമസിക്കുന്ന ആ ഭാഗങ്ങളൊക്കെയാണ് അടുത്തത്. ജടായു സംഗമം. അദൃശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകം വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ.
വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകുല. കൊല്ലുവാനിവന് ഞാൻ വൈകാതെ നീ ഇപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു. പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ല ഹന്തവാദാതനോജറുപ്പത്തിയിലെത്രയോ ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ. നന്നായ ശേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനേ. സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതോ കഷ്ടം കഷ്ടം. കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ.